നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം 13-ാം തീയതി നമ്മുടെ ഫയർമാൻ്റെ മെയിൻ എക്സാം വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ഫയർമാൻ മെയിൻ എക്സാമിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം 50-ൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനും നമ്മളിതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത CPOയുടെ എക്സാമിനും തീർച്ചയായിട്ടും ഇതുപോലൊരു വീഡിയോ ഉണ്ടാവും. കഴിഞ്ഞ എക്സൈസിൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണെന്നാണ് ചോദ്യം. എന്താണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസ് വായിക്കുക. ശേഷം ശരി ഉത്തരം ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള 4 പോയിന്റുകളുണ്ട്. ഏതൊക്കെയാണ്? ജീവൻ സംരക്ഷിക്കുക, രോഗിയെ സൗകര്യപ്രദമായ രീതിയിൽ കിടത്തുക, രോഗിയെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായത്തിന് വിധേയമാകുക, മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. അപ്പോൾ നമ്മൾ നോക്കാം ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ 4 പോയിന്റുകളിൽ ശരി ഉത്തരം ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ജീവൻ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അതുപോലെ അടുത്തൊരു ലക്ഷ്യം തന്നെയാണ് രോഗിയെ സൗകര്യപ്രദമായ രീതിയിൽ കിടത്തുക, അല്ലേ? മൂന്നാമത്തെ പോയിന്റ് എന്താണ്? രോഗിയെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായത്തിന് വിധേയമാക്കുക. അപ്പോൾ ഈ 3 പോയിന്റുകളും എന്ത് തന്നെയാണ്? പ്രഥമ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രഥമ ശുശ്രൂഷകന് ആവശ്യമില്ലാത്ത യോഗ്യത എന്താണ്? അപ്പോൾ ഇതിനകത്ത് 4 പോയിന്റുകൾ പറയുന്നുണ്ട്. ഒരു പ്രഥമ ശുശ്രൂഷകന് ആവശ്യം ഇല്ലാത്ത യോഗ്യത എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ടല്ലേ. നിരീക്ഷണ പാടവം, വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, ആവേശഭരിതനായിരിക്കണമെന്ന് പറയുന്നുണ്ട്, രോഗിയെ സമാധാനിപ്പിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പ്രഥമ ശുശ്രൂഷകന് ആവശ്യം ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തന്നെ ആദ്യം നോക്കാം. ഒരു പ്രഥമ ശുശ്രൂഷകന് ആവശ്യമായത് നിരീക്ഷണ പാടവം അത്യാവശ്യമാണ്. വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് വളരെ അത്യാവശ്യമാണ്. രോഗിയെ സമാധാനിപ്പിക്കാനുള്ള കഴിവും ആവശ്യമാണ്. എന്നാൽ ആവേശഭരിതനായിരിക്കുക എന്ന് പറയുന്ന പോയിൻ്റ് എന്തല്ല, അത്യാവശ്യമുള്ള കാര്യമല്ല. നമ്മൾ ആവേശം കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അബദ്ധത്തിലേക്ക് ചെന്ന് ചാടാറാണ് പതിവ്, അല്ലേ? അപ്പോൾ ഒരു പ്രഥമ ശുശ്രൂഷകന് നിരീക്ഷണ പാടവം ഉണ്ടായിരിക്കണം, വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, രോഗിയെ സമാധാനിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പക്ഷേ ആവേശഭരിതനായിരിക്കണം എന്ന് പറയുന്ന പോയിന്റ് തെറ്റാണ്. ഓക്കെ അല്ലേ? അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശ്വസന നിരക്ക് എത്രയാണ്? പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശ്വസന നിരക്ക് എത്രയെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. എത്രയാണ്? ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 16 മുതൽ 21 വരെയാണ് കേട്ടോ. പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശ്വസന നിരക്ക് 16 മുതൽ 21 വരെയാണെന്ന് അറിഞ്ഞിരിക്കുക. പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ കൈത്തണ്ടയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ കൈത്തണ്ടയിലെ അസ്ഥികളുടെ എണ്ണം എത്രയെന്നാണ് നാലാമത്തെ ചോദ്യം. എത്രയാണ്? 2 ആണ് കേട്ടോ. പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ കൈത്തണ്ടയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 2 ആണെന്ന് അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം, നട്ടലിൽ ഒടിവ് സംഭവിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നട്ടലിൽ ഒടിവ് സംഭവിച്ചത് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് അഞ്ചാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഓപ്ഷൻ 1 എന്ന് പറയുന്നത്, നടുവിൽ കടുത്ത വേദന ഉണ്ടാവും, കൈകാലുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. രണ്ടും ശരിയാണ്, ഇവയൊന്നും അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നട്ടലിൽ ഒടിവ് സംഭവിച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഓപ്ഷൻസ് എ ശരിയാണല്ലേ. നടുവിൽ കടുത്ത വേദന എന്തായാലും ഉണ്ടാവും. നട്ടലിൽ ഒടിവുണ്ടായാലും നടുവിൽ കടുത്ത വേദന എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ കൈകാലുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും. ഇത് രണ്ടുമാണ് ശരി ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി, എയും ബിയും ശരി ഉത്തരം തന്നെയാണ്. ഓക്കെ, അടുത്ത 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വായിൽ പൊള്ളലേക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം വായ്ക്കകത്ത് പൊള്ളലേക്കുന്നത് എപ്പോഴാണെന്നാണ് ഇതാ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വായിച്ച ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഞാൻ ഇതിനകത്ത് തെറ്റുത്തരം എന്തായാലും വായിക്കുന്നില്ല. അപ്പോൾ ഞാൻ ശരി ഉത്തരം മാത്രമേ വായിക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ഓപ്ഷൻസ് വായിച്ച് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. വായിൽ പൊള്ളലേക്കുന്നത് വിഷം കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ വായിൽ പൊള്ളലേക്കുന്നത് എപ്പോഴാണ്? വിഷം കഴിക്കുമ്പോഴാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ തൂങ്ങി മരിക്കുമ്പോഴെന്ന പോയിൻറ്റും മുങ്ങി മരിക്കുമ്പോഴും അതേപോലെ പെപ്പറ്റിക് അൾസറും ഇതെല്ലാം തെറ്റുത്തരമാണ്. വായിൽ പൊള്ളലുണ്ടാകുന്ന എപ്പോഴാണ്? വിഷം കഴിക്കുമ്പോഴാണ് വായിൽ പൊള്ളലുണ്ടാകുന്നത്. അടുത്ത ചോദ്യം, മൂക്കിലെ അസ്ഥി ഒടിഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? മൂക്കിലെ അസ്ഥി ഒടിഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാം മൂക്കിലെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ടെന്ന്? 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വായിച്ച ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക.
ഓക്കെ, മൂക്കിലെ അസ്ഥി ഒടിഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ മൂക്കിൽ നിന്നും നല്ല രക്തസ്രാവം ഉണ്ടാവും. വായുമാർഗത്തിലെ തടസ്സം അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും. അതാണ് വായുമാർഗത്തിലെ തടസ്സം അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് തീർച്ചയായും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ 3 പോയിന്റുകളും ശരി ഉത്തരമാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം മൂക്കിലെ അസ്ഥി ഒടിഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവും, വായുമാർഗത്തിലെ തടസ്സം ഉണ്ടാവും, അതുപോലെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. അടുത്ത 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രക്തചംക്രമണവും ശ്വസനവും അപ്രതീക്ഷിതമായി പെട്ടെന്ന് നിലയ്ക്കുന്നതിന് എന്തെന്ന് പറയും? എന്താണ് ചോദ്യം? രക്തചംക്രമണവും ശ്വസനവും അപ്രതീക്ഷിതമായി പെട്ടെന്ന് നിലയ്ക്കുന്നതിന് എന്തെന്നാണ് പറയുക എന്നാണ് 8ാമത്തെ ചോദ്യം. എന്തെന്ന് പറയും? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കാർഡിയോ പൾമനറി അറസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ രക്തചംക്രമണവും ശ്വസനവും അപ്രതീക്ഷിതമായി പെട്ടെന്ന് നിലയ്ക്കുന്നതിന് പറയുന്ന പേരാണ് കാർഡിയോ പൾമനറി അറസ്റ്റ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ അൺഅക്കാഡമിയിലെ കുറച്ച് പ്രധാനപ്പെട്ട കോഴ്സുകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലെ ഏതെങ്കിലും കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ HPL10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെയുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫീസിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നതുല്യമായിട്ടുള്ള ഡിഗ്രി ലെവൽ ജോലിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിലേക്കുള്ള പുതിയ കോഴ്സുകൾ നമ്മുടെ അൺഅക്കാഡമി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത് ലൈവായിട്ടുള്ള റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കൂടെയുള്ള ലൈവ് ഇൻട്രാക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ക്ലാസ്സുകളെല്ലാം നൽകുന്നത് കേരള PSCയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ, കോംബോ ഓഫേഴ്സ് ഉൾപ്പെടെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് HPL10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. HPL10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും PDF നോട്ടുകളും എല്ലാം നമ്മുടെ അൺഅക്കാഡമി ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരുപാട് തരത്തിലുള്ള പുതിയ ബാച്ച് കോഴ്സസ് ഇപ്പോൾ നമ്മുടെ അൺഅക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരംഭം എന്ന് പറയുന്ന പേരിലുള്ള 100 ദിവസത്തേക്കുള്ള ഒരു കോഴ്സ് അവൈലബിൾ ആണിപ്പോൾ. അത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ 100 ദിവസത്തെ കോഴ്സാണ്. അതുപോലെ ദൗത്യം എന്ന പേരിലുള്ള 150 ദിവസത്തെ കോഴ്സ്, അത് ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ അടുത്ത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെതാണ് ദൗത്യം എന്ന് പറയുന്ന കോഴ്സ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഉയരെ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. ഉയരെ എന്ന് പറയുന്നത് നമ്മുടെ KS എക്സാമിൻ്റെ 180 ദിവസത്തേക്കുള്ള കോഴ്സാണ്. അറിവെന്ന പേരിൽ 120 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള SCRT PSC എക്സാംസിനേക്ക് ആവശ്യമുള്ള SCRT കവർ ചെയ്യുന്ന കോഴ്സുകളാണ് അറിവ് എന്ന പേരിലുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ജേതാവ് എന്ന പേരിലുള്ള കോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ വരാൻ പോകുന്ന ബിവറേജസ് കോർപ്പറേഷൻ്റെ LD എക്സാംസിലേക്കുള്ള ജേതാവ് എന്ന പേരിലേക്കുള്ള കോഴ്സും പ്രയാണം എന്ന പേരിലേക്കുള്ള HSA പാർട്ട് എക്സാംസിൻ്റെ പ്രയാണം എന്ന പേരിലേക്കുള്ള കോഴ്സുകളും നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനു മുന്നേ നമുക്ക് ദിശ എന്ന പേരിലുള്ള നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും CPOയുടെയും എക്സാംസ് അവൈലബിൾ ആയിരുന്നു. പിന്നെ ആവശ്യത്തിൽ കൂടുതലുള്ള ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നമ്മുടെ അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലുള്ള പ്ലസ് ടെസ്റ്റുകൾ, ആവശ്യത്തിൽ കൂടുതലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ അൺഅക്കാഡമി ആപ്ലിക്കേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, HPL10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതാണിപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം 10 മുതൽ 20% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിച്ചുകൊണ്ട് നമ്മുടെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഡ് മറക്കണ്ട, HPL10 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അടുത്ത 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബാഹ്യമായ ഹൃദയ കംപ്രഷൻ ഉപയോഗിച്ച് കൃത്രിമ വെന്റിലേഷൻ നൽകുന്നതിന് പറയുന്ന പേര് എന്താണ് ചോദ്യം? ബാഹ്യമായ ഹൃദയ കംപ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമ വെന്റിലേഷൻ നൽകുന്നതിന് പറയുന്ന പേര് എന്തെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. എന്താണ്? CPR എന്നാണല്ലേ. അപ്പോൾ CPR എന്നാണ് എന്ത് പറയുന്നത്? ബാഹ്യമായ ഹൃദയ കംപ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമ വെന്റിലേഷൻ നൽകുന്നതിന് പറയുന്ന പേരാണ് CPR എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത CPR എത്ര സെക്കൻഡിൽ കൂടുതൽ തടസ്സപ്പെടുത്തരുതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. CPR എത്ര സെക്കൻഡിൽ കൂടുതൽ തടസ്സപ്പെടുത്തരുത് എന്നാണ് 10ാമത്തെ ചോദ്യം. എത്രയാണ്? 5 സെക്കൻഡിൽ കൂടുതലാണ് അല്ലേ. അപ്പോൾ CPR 5 സെക്കൻഡിൽ കൂടുതൽ തടസ്സപ്പെടുത്തരുത്. CPR 5 സെക്കൻഡിൽ കൂടുതൽ തടസ്സപ്പെടുത്തരുത്. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തലയോട്ടി പൊട്ടിയതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ്? താഴെ തന്നിട്ടുള്ളതിൽ തലയോട്ടി പൊട്ടുന്നതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഒന്ന് നോക്കിയേ. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ A ശരിയാണ്. മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവും, ചെവിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവും. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ തലയോട്ടി പൊട്ടിയാൽ എന്തൊക്കെ ഉണ്ടാവും? മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും എന്തുണ്ടാവും? രക്തസ്രാവം ഉണ്ടായിരിക്കും.
12ാമത്തെ ചോദ്യം, ശരീരത്തിൽ നിന്നും വളരെയധികം രക്തം നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്താണ്? ശരീരത്തിൽ നിന്നും വളരെയധികം രക്തം നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്തെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ശരീരത്തിൽ നിന്നും വളരെയധികം രക്തം നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്നത് ഷോക്കാണ് കേട്ടോ. ശരീരത്തിൽ നിന്നും ശ്രദ്ധിക്കുക, ശരീരത്തിൽ നിന്നും വളരെയധികം രക്തം നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്നത് ഷോക്കാണ് ശരീരത്തിൽ നിന്നും വളരെയധികം രക്തം നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്നത്. 13ാമത്തെ ചോദ്യം, റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരാണ്? റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഇതാ 4 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആര് തന്നെയാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഹെൻറി ഡ്യൂണൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഹെൻറി ഡ്യൂണൻ്റ് ആണ് റെഡ് ക്രോസ്. നമുക്കറിയാം റെഡ് ക്രോസ് സംഘടന. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഹെൻറി ഡ്യൂണൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ഹെൻറി ഡ്യൂണൻ്റ് ആണ്. 14ാമത്തെ ചോദ്യം, പട്ടി കടിച്ചാലുള്ള പ്രഥമ ശുശ്രൂഷ എന്താണ്? പട്ടി കടിച്ചാലുള്ള പ്രഥമ ശുശ്രൂഷ എന്തെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. പട്ടി കടിച്ചാൽ ആദ്യം ചെയ്യേണ്ട എന്താണ്? മുറിവ് നല്ലപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ പട്ടി കടിച്ചാലുള്ള പ്രഥമ ശുശ്രൂഷ എന്താണ്? മുറിവ് ഉപയോഗിച്ച് സോപ്പും വെള്ളവും അല്ലെങ്കിൽ മുറിവ് നല്ലപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നാണ് പട്ടി കടിച്ചാലുള്ള പ്രഥമ ശുശ്രൂഷ. ഓക്കെ അല്ലേ? അപ്പോൾ പട്ടി കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടതാണ് മുറിവ് നല്ലപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ബാക്കിയുള്ളതെല്ലാം എന്ത് തന്നെയാണ്? ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് മുറിവ് നല്ലപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. അടുത്ത 15ാമത്തെ പോയിന്റ്, പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ അടയാളങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 പോയിന്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ച ശേഷം ശരി ഉത്തരം കണ്ടെത്താനായി ശ്രമിച്ചു നോക്കുക. പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളെന്ന് പറയുന്നത് പെട്ടെന്നുള്ള കടുത്ത തലവേദന ഉണ്ടാവും, ശരീരത്തിൻ്റെ തുലനം നഷ്ടപ്പെടും, അതേപോലെ സംസാരശേഷി നഷ്ടപ്പെടുക. അത് മൂന്നുമാണെന്ത്? പെട്ടെന്ന് പക്ഷാഘാതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളെന്ന് പറയുന്നത് പെട്ടെന്നുള്ള കടുത്ത തലവേദന, ശരീരത്തിൻ്റെ തുലനം നഷ്ടപ്പെടുക, അതേപോലെ സംസാരശേഷി നഷ്ടപ്പെടുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഇവയെല്ലാം. റോഡ് അപകടം നടന്നാൽ താഴെ നൽകിയിരിക്കുന്നവയിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. റോഡ് അപകടം ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അതിനു മുന്നേ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ റോഡ് അപകടം ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വാഹനത്തിനുള്ളിൽ കുട്ടികളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. വാഹനത്തിൻ്റെ എൻജിൻ ഓഫ് ചെയ്യണം. ഓക്കെ, ഇത് 3 നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത എന്താണ്? ഓപ്ഷൻ എ നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്താണ് ഓപ്ഷൻ എ പറയുന്നത്? വാഹനാപകടത്തിന് ഇരയായ വ്യക്തിയെ ഉടൻ തന്നെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ റോഡ് അപകടം നടന്നാൽ താഴെ നൽകിയിട്ടുള്ളവർ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ വാഹനാപകടത്തിനിടയായ വ്യക്തിയെ ഉടൻ തന്നെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം അയാളുടെ കയ്യോ കാലോ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുന്ന വഴി അയാൾക്ക് കുറച്ചും കൂടി ഇഞ്ചുറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ്? വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫാക്കുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, വാഹനത്തിനുള്ളിൽ കുട്ടികളുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഈ വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഇരയെ നമ്മൾ എങ്ങനെയാണ് പുറത്തെടുക്കേണ്ടത്? ആംബുലൻസ് വന്നിട്ടോ ഫയർഫോഴ്സ് വന്നിട്ടോ മാത്രമേ പുറത്തെടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ വളരെ സൂക്ഷ്മപൂർവ്വം നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. പെട്ടെന്ന് വലിച്ച് നിരക്കിയെടുക്കാനൊന്നും പാടില്ല. 17ാമത്തെ ചോദ്യം എന്താണ്? പ്രഥമ ശുശ്രൂഷയുടെ പ്രതീകം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രധാനപ്പെട്ട പ്രതീകം എന്താണെന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് പ്രഥമ ശുശ്രൂഷയുടെ പ്രതീകം? എന്താണ്? പച്ച നിറത്തിലുള്ള ക്രോസ് ആണ് കേട്ടോ. പച്ച നിറത്തിലുള്ള പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള ക്രോസാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള ക്രോസ് ആണെന്ത്? നമ്മുടെ പ്രഥമ ശുശ്രൂഷയുടെ പ്രതീകം എന്താണ്? പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള ക്രോസാണ്. പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള ക്രോസ്. ഇത് നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള ക്രോസാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രഥമ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട പ്രതീകം എന്താണ്? പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള ക്രോസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. 18ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ തന്നിട്ടുള്ളവയിൽ സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് എന്തെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. എന്താണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നത് ഛർദിൽ വരാം, പേശിവലിവുണ്ടാകും, ഉയർന്ന ശരീര താപനില ഉണ്ടാകും, പക്ഷേ വിയർപ്പ് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏതാണ്? വിയർപ്പ് എന്ന് പറയുന്ന പോയിൻ്റാണ് താഴെ തന്നിട്ടുള്ളതിൽ സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത 19ാമത്തെ ചോദ്യം, ഒരു വ്യക്തി ടർപ്പൻറ്റൈൻ കുടിച്ചു, താഴെ പറയുന്നതിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? ഒരു വ്യക്തി എന്ത് ചെയ്തു? ടർപ്പൻറ്റൈൻ എടുത്ത് വെച്ച് കുടിച്ചു. താഴെ പറയുന്നതിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചേ.
ഓക്കെ, അപ്പോൾ ടർപ്പൻറ്റൈൻ കുടിച്ച ഒരു വ്യക്തിയെ നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്? പോലീസിനെ അറിയിക്കുക, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതും ചെയ്യേണ്ടതാണ്. ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റുക, ചെയ്യേണ്ടതാണ്. പക്ഷേ ആ വ്യക്തിയെ ഛർദ്ദിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രേരണയാണ്. നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ടർപ്പൻറ്റൈൻ കുടിച്ചൊരു വ്യക്തി നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റണം, വെള്ളം കുടിക്കാൻ നൽകണം, പോലീസിനെ അറിയിക്കുക. അതുപോലെ തന്നെ ആ വ്യക്തി എന്ത് ചെയ്യരുത്? ഛർദ്ദിക്കാനായിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? 20ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നവർ പ്രഥമ പരിഗണന നൽകേണ്ടത് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നവർ പ്രഥമ പരിഗണന നൽകേണ്ടത് എന്തിനാണ് എന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. ഞാൻ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നവർ പ്രഥമ പരിഗണന കൊടുക്കേണ്ട എന്തിന് തന്നെയാണ്? ഹൃദയാഘാതത്തിന് തന്നെയാണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനാണ് എന്ത് ചെയ്യേണ്ടത്? പ്രാഥമിക ശുശ്രൂഷ നൽകുന്നവർ പ്രഥമ പരിഗണന നൽകേണ്ട എന്തിനാണ്? ഹൃദയാഘാതത്തിനാണ് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 20 പ്രധാനപ്പെട്ട ഫയർമാനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നാളെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്തൊരു സെക്കൻഡ് പാർട്ട് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഒരു 35 ക്വസ്റ്റ്യൻസും കൂടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക? പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.